കറന്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് യഥാർത്ഥമായിട്ട് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. യെസ്, ഡെഫിനറ്റ്ലി അവർ ഈ ഒരു സമയത്ത് വളരെയധികം ഏകാന്തതയിലാണ് എങ്കിലും അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്ന് ചേരുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ ആ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് അത്രയധികം ഒരു പവർഫുൾ ആയിട്ടുള്ള അത്രയധികം എനർജറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യവും അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള രീതിയിലുള്ളൊരു ചിന്തയാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. ആൻഡ് യെസ്, ഒരുപാട് തവണ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു പ്രതീക്ഷയില്ലാത്ത സാഹചര്യം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് ആ വ്യക്തി മനസ്സിലാക്കുകയാണ് ഒരിക്കലും ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് വിട്ടു പോകാൻ ആ വ്യക്തിക്ക് കഴിയില്ല. നിങ്ങളെ ഒരിക്കലും ലൈഫിൽ ഉപേക്ഷിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. ഈവൻ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ വന്ന് ചേർന്നാൽ പോലും അവർക്ക് നിങ്ങളെ ഒരിക്കലും മനസ്സുകൊണ്ട് പിരിയാൻ കഴിയില്ല എന്നുള്ളൊരു റിയലൈസേഷൻ ഈ ഒരു നിമിഷത്തിൽ അവർക്ക് ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. ആൻഡ് യെസ്, ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളോട് അവർക്ക് എന്താണ് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസിലൂടെ അവർക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയും എന്ത് സാഹചര്യത്തിന് വേണ്ടിയും അവർക്ക് പൊരുതി നിൽക്കേണ്ടി വന്നാൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. ഈ ഓരോ നിമിഷത്തിലും അവർ ഒറ്റയ്ക്കാവുന്ന സമയത്ത് അവർക്ക് പല പല സാഹചര്യങ്ങളോടും പൊരുതി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കുകയാണ് അവരുടെ ലൈഫിൽ എപ്പോഴും നിങ്ങളുടെ ഒരു സാമീപ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അവരുടെ ലൈഫിൽ ഒരു മിസ്സിംഗ് പീസ് ആണ് നിങ്ങളെന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു. ഓക്കെ, യെസ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ടുള്ള സ്നേഹം അവരുടെ മനസ്സിൽ അവർ കരുതിയിരിക്കുകയാണ്. അത്രയധികമായിട്ടുള്ള ഒരു സ്നേഹം അവരുടെ ഉള്ളിലുണ്ട്. അവർ നിങ്ങളോട് ഒരിക്കലും ഒരിക്കലും ഈ ഒരു സ്നേഹത്തെ പറ്റി എക്സ്പ്രസ് ചെയ്തിട്ടില്ല. എത്രമാത്രമാണോ അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അത്രയധികം മടങ്ങായിട്ടുള്ള സ്നേഹം അവരുടെ ഉള്ളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു മാറ്റം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, യെസ്, ഇപ്പോൾ അവർ ഈ ഒറ്റപ്പെടലിൽ അവർ ഒരുപാട് വേദന അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ രണ്ടു പേരും ഒരു ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. ഈ ഒരു നിമിഷം നിങ്ങൾ രണ്ടു പേരും ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുക എന്നുള്ളത് യൂണിവേഴ്സൽ ഡിസിഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു സമയം അവർ സ്വയം ഹീൽ ആവേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് നിങ്ങൾക്കും അത്രയധികമായിട്ടുള്ള വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എത്രമാത്രം പെയിൻ ആണോ ആ വ്യക്തി അനുഭവിക്കുന്നത് ആ ഒരു പെയിൻ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു സെപ്പറേഷൻ പീരീഡ് അവർ ഓവർകം ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അവർ അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും തിരികെ വരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിട്ടുള്ള സാഹചര്യമാണ്. നോ കോണ്ടാക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ അതിന് കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം. എങ്കിലും അവർക്ക് ഹൃദയഭേദകമായിട്ടുള്ള ഒരു വേദന നിറഞ്ഞ നിമിഷങ്ങളാണ് ഈ കടന്നു പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അത്രമാത്രം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ അവർക്ക് അത്രമാത്രം എന്താണ് ഒരു നഷ്ടമായി പോയ അല്ലെങ്കിൽ ഒരു ലോസ് ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടാവുന്നത്. ഈ നിമിഷത്തിൽ അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി പോകുമോ എന്ന് പോലും ഭയക്കുന്നുണ്ട്. ഓക്കെ, യെസ്, ഏഞ്ചൽ ഓഫ് ലവ്, ഡെഫിനറ്റ്ലി ഇതൊരു ഏഞ്ചലിക് ലവ് ആണ്. ഒരു മാജിക്കൽ ആയിട്ടുള്ളൊരു കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരിക്കലും നിങ്ങൾക്ക് ലൈഫിൽ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കാൻ കഴിഞ്ഞു എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സുകളെ തമ്മിൽ വേർതിരിക്കാൻ, നിങ്ങളെ സോളുകളെ തമ്മിൽ വേർതിരിക്കാൻ ഒന്നിനും കഴിയില്ല എന്നുള്ളൊരു റിയലൈസേഷൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാവുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, യെസ്,
തീർച്ചയായിട്ടും നിങ്ങൾ ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. യൂണിവേഴ്സായിട്ട് തന്നെയാണ് നിങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ 2 പേരും ലൈഫിൽ ഒന്നിച്ച് ചേരുമെന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഈ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ നിങ്ങളുടെ ഫോട്ടോസ് വാച്ച് ചെയ്യുന്നുണ്ടാവാം, നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ അവർക്ക് എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മ്യൂസിക്കിൽ ഒത്തിരി കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് സോങ്ങുകൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളെ ഓർമ്മകൾ അങ്ങനെ അവർക്ക് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അത്തരം മ്യൂസിക് കണക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് കുറച്ച് പേർക്കെങ്കിലും ഉള്ളതെന്ന് കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് വളരെയധികം സക്സസ് ആയി മാറും എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു സക്സസ് അവർ നേടിയെടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ആൻഡ് യെസ്, കോർണുകോപ്പിയ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു ആ ഒരു സമയത്ത് നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു മൊമെന്റ് ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ ലൈഫിൽ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഫലം നിങ്ങളിൽ എത്തിച്ചേരും. ആ ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. 1111 എന്നുള്ള നമ്പറോ അല്ലെങ്കിൽ 111 എന്നുള്ള ഏഞ്ചൽ നമ്പറോ നിങ്ങൾ കാണുന്നുണ്ടാവാം. എസ്പെഷ്യലി നിങ്ങൾ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം, ട്വിൻ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം. ഓക്കെ, വളരെയധികം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന കാര്യം അവർ ലൈഫിൽ നേടിയെടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, യെസ്, മാൻ ഹോൾഡിംഗ് എ ഹാർട്ട്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ വലിയൊരു സർപ്രൈസ് ആണ് അല്ലെങ്കിൽ സ്നേഹം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സ്നേഹം, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഏറെ സ്നേഹം, ഏറെ പ്രണയം ആ വ്യക്തി നിങ്ങൾക്കായിട്ട് ഓഫർ ചെയ്യാണ്. തീർച്ചയായിട്ടും ആ ഒരു പ്രണയവുമായിട്ട് ആ വ്യക്തി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് അത്രയധികം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അവര് അവര് ഇപ്പോ നിങ്ങൾ 2 പേരും ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ്. ആരാണ് ആദ്യം ആക്ഷൻ എടുക്കുക എന്നുള്ള ഒരു ചിന്തയിൽ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങൾ ചേസ് ചെയ്യാതിരിക്കുക എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. നിങ്ങളുടെ പേഴ്സണ് കുറച്ചുകൂടി ഒരു ടൈം കൊടുക്കുക. ഡെഫിനിറ്റ്ലി ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. അവർ തിരികെ വരാനായിട്ടും ഒരു ആക്ഷൻ എടുക്കാനായിട്ടും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അത്രയധികമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് ഇപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ പോലും നിങ്ങൾ അവരോടൊപ്പം ഉള്ളതായിട്ട് അവർ സങ്കല്പിച്ച് കഴിയുന്നതായിട്ടാണ് കാണുന്നത്. അത്രയധികം ഒരു ആഴമേറിയ ഒരു പ്രണയം അവർ നിങ്ങൾക്കായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ.